റഹിമാനെ എന്ന് പറയുന്ന ഒരു പാവം ഒരു പുതിയ ബാച്ച് കോയ കുറെ കാലമായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ട്. മറ്റേ തലയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തൊക്കെ ഓർക്കുന്നുണ്ടാവും. അല്ലേ? അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് മീൻസ് നമ്മളൊരു പ്രസംഗത്തിൻ്റെ ഒരു സാധനം നമ്മൾ ജനം ടി വിക്കാരൊരു കാർഡ് പോലെ ഇറക്കി. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് പുള്ളി ചെയ്തതാണ്. അപ്പോൾ പുള്ളി അതിലെനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. അത് ഞാൻ പ്രൂവ് ചെയ്താൽ അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ആദ്യ ആളെന്താ പറയണമെന്ന് കേട്ടോളേ. ഓക്കെ, ഹുസൈനെ അനക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇത് എന്ത് ചോദിച്ചോ അത് ഞാൻ നടത്തി തരും. ഇനി എൻ്റെ പെരയുടെ ആധാരം വെച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ കോട്ടിങ് മതം വിട്ടവനെ കൊല്ലണമെന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കോട്ടിങ് 1ാം ക്ലാസ്സിലെ പാഠഭാഗം മുതൽ +2 വരെയാണ് മദ്രസ ഉണ്ടാവുക. ഇതിലേതെങ്കിലും ക്ലാസ്സുകളിലെ ഏതെങ്കിലും അധ്യായങ്ങളിൽ ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നീ പ്രൂവ് ചെയ്താൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാണ്ട് എന്തിനാണ് ഇജ്ജ് വെറുതെ ഈ കൊത്തിത്തിരിപ്പിനായിട്ട് ഈ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സമയം കളയാണ്? അറിയാത്തോണ്ട് ചോദിക്കണേ. ചെങ്ങായി ഞങ്ങളൊക്കെ മദ്രസ പഠിച്ച തന്നെയാണ്. ഇജ്ജ് മദ്രസിൽ പോയിക്കണോ എന്ന് പറഞ്ഞേ. ഇജ്ജ് മദ്രസിൽ പോയിക്കണോ? ഈ പറഞ്ഞ കോട്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ പാരഡിക്ക് കിട്ടണ എന്റെ തലക്കല്ലേ. പരിശുദ്ധമായ ഖുർആന് അന്നും ഇന്നും എന്നും പറയുന്നൊരു വാചകമുണ്ട്. പോയി അല്ല ഇപ്പം പറയണ കണക്കിന് ഇതില്ലാത്തത് ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം. അതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അങ്ങനെയുണ്ടല്ലോ. അതേപോലെ തന്നെ ഇനി അഥവാ ഉണ്ടെങ്കിൽ ആദ്യം പാരഡിക്ക് എൻ്റെ തല വെട്ടിയേന്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. ഓക്കെ, അപ്പോൾ കുറച്ചുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാളേ. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇസ്ലാമിക്ക് ഇങ്ങോട്ട് ഒരാളെ നിർബന്ധിച്ച് കയറ്റണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വാണ്ടോല് വന്നാൽ മതി, വാണ്ടോല് നിന്നാലും മതി, വാണ്ടോൽക്ക് പോവാ, വാണ്ടോൽക്ക് കയറാം. അതിനോട് കൂടെ ഇസ്ലാമിക വിശ്വാസികളോട് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നതോടുകൂടെ മറ്റു മതസ്ഥരുടെ അവരുടെ മതമൂല്യങ്ങളും മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും അതൊക്കെ എന്തായാലും എന്തായാലും 9:29 വായിച്ചാൽ മതി. ഈ പറയുന്ന ലക്കും ദീനക്കും വലിയ ദീനൊക്കെ റദ്ദാക്കി നസ്ഖ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആയത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ നിലവിലത്തെ ഇസ്ലാമിൻ്റെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കാഫിറുകളോട് പച്ചയായ യുദ്ധം. ഓക്കെ, അവരെ പിടിച്ചടക്കുക, അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. അതായത് ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ജിസിയ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പറഞ്ഞ് തേഞ്ഞ മയിൽക്കുറ്റികൾക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇയാൾ വെല്ലുവിളിച്ചത് എന്താണ്? നമ്മളത് തെളിയിച്ചാൽ ഈ പറഞ്ഞ സാധനം മതം വിട്ടവനെ കൊല്ലണമെന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ സാധനം തെളിയിച്ചാൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. ആധാരം വിട്ടിട്ടാണെങ്കിൽ തരുമെന്നാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അവിടെ പോസ്റ്റ് ചെയ്യുകയും ആളെ മെൻഷൻ ചെയ്യുകയും ചെയ്തു. ആൾ ആ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനി എൻ്റെ ചാനലും കൂടി ഒന്ന് കാര്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എവിടെ പഠിപ്പിക്കുന്നതെന്നുള്ളതാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് സമസ്തയുടെ തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന 12ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കാണ് ഈ കാണുന്നത്. അതിലെ പേജാണ് ഈ കാണുന്നത്. അതിൽ അറബി ആണ് ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ അതുകൂടാതെ അതിൻ്റെ മലയാളത്തിലുള്ള തർജ്ജമ അത് ജെമിനി ഉപയോഗിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അതാണ് വലതുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ നമ്മളുടെ റഹിമാനെ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തെളിവ്. ഇനി ഈ സാധനം വായിച്ച് നമ്മൾ സമയം കളയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട് ഈ സാധനം പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഉസ്താദ് റഹിമാനിക്ക് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മളുടെ സൽമാൻ അവതരിപ്പിക്കുന്ന അതിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഉസ്താദ് ഈ സാധനം പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ്, ഏതാ ക്ലാസ് എന്നുള്ളതൊക്കെ കൃത്യമാണ്. 12ാം ക്ലാസ്സിലെ മദ്രസ ഫിഖ്ഹിൽ യൂണിറ്റ് 10 പാർട്ട് 3 പഠിപ്പിക്കുന്നത്. ഉസ്താദിൻ്റെ പേര് ഷാഫി സഅദി കുമരംപുത്തൂർ എന്ന് പറയുന്ന ഉസ്താദ്. ഓക്കെ, ഇത് സമസ്തയുടെ ഓൺലൈൻ മദ്രസ അതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ വീഡിയോയിൽ വന്ന സാധനമാണ്. യൂട്യൂബിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് നമ്മളിത് പൊക്കിയത്. അപ്പോൾ ഉസ്താദ് എന്താ പഠിപ്പിക്കണമെന്ന് കേട്ടോളൂ. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ
ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്നും അവനുള്ള ശിക്ഷ വധമാണ്, അവനെ കൊല്ലലാണ് എന്നും ഇന്നും മദ്രസയിൽ ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഈമാനുള്ള വാക്കിന് വില കൊടുക്കുന്ന ഒരു വിശ്വാസിയാണ്, ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ റഹിമാൻ ചെയ്യേണ്ടതായ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യുക. അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആധാരം വെച്ചിട്ടാണെങ്കിലും ഞാൻ പറയുന്നത് ആ പ്രോപ്പർട്ടി എനിക്ക് അയച്ചു തരാനാണ് പറയുക. അത് വിറ്റിട്ട് അതിൻ്റെ കാശ് എനിക്ക് തരാം, അല്ലെങ്കിൽ അത് സംസാരിച്ചിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഓക്കെ, ഇത് നമ്മളിവിടെ തെളിവായിട്ട് വെക്കുകയാണ്. ഇനി ഇത് പറഞ്ഞോ, ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ, അത്